വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പ്രത്യേക ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ജോസഫ് വിഭാഗം മുഖ്യമന്ത്രിയെ കണ്ടു. സീറ്റ് തർക്കത്തെ തുടർന്നാണ് നീക്കം. ജോസഫ് വിഭാഗം തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. മുന്നണി വിടണമെന്നും ജോസഫ് ഗ്രൂപ്പിലെ ഭൂരിഭാഗം നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. UDFിൽ പ്രത്യേക ഘടകകക്ഷിയായി പരിഗണിക്കണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടണമെന്ന നിലപാട് ജോസഫ് വിഭാഗത്തിലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. മുന്നണിയിൽ തുടരണമെന്ന് അഭിപ്രായപ്പെടുന്നത് PJ ജോസഫ് മാത്രമാണ്. UDF നേതൃത്വത്തിന്റെ അനുനയ ശ്രമങ്ങൾക്കൊടുവിലും പാർട്ടിയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ PJ ജോസഫ് നിഷേധിച്ചില്ല. ഉൾപ്പെടെയുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റില്ലെന്നാണ് മാണി സാർ അടക്കമുള്ളത്. അല്ല, കാര്യങ്ങളങ്ങനെ ആ നിലയിൽ അവസാനമായി പറയാവുന്നൊരു സ്ഥിതിയല്ല. ആ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജോസഫിന് പരാതിയുണ്ടെന്നത് മാധ്യമ വാർത്തകൾ മാത്രമാണെന്ന് KM മാണിയും മുഖ്യമന്ത്രിയും പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതോ വിജയിക്കണ്ട, മത്സരിച്ച ഏതെങ്കിലും ഒരു സീറ്റ് കേരള കോൺഗ്രസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊന്നും ഒരു സാഹചര്യവും ഈ പാർട്ടിക്കകത്തില്ല. നിങ്ങളൊക്കെ യാതൊരു സത്യവുമായിട്ട് ബന്ധമില്ലാത്ത വാർത്തകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്നെ ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ശ്രീ PJ ജോസഫും ഞങ്ങളെല്ലാവരും ഇന്ന് ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിലവിലുള്ള 4 സീറ്റുകൾക്ക് പുറമെ ഫ്രാൻസിസ് ജോർജിന് പൂഞ്ഞാറും ആന്റണി രാജുവിന് തെക്കൻ മേഖലയിലും സീറ്റ് വേണമെന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ മാണിക്കൊപ്പം തുടരില്ലെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധം മറികടക്കാനാകാതെയാണ് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി സർക്കാരിന്റെ ഒളിച്ചോട്ടം. പാമോലിൻ കേസിലെ കോടതി പരാമർശത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നിയമസഭയെ തന്നെ സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് VS അച്യുതാനന്ദൻ ആരോപിച്ചു. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് തെളിവായിരിക്കുന്നുവെന്ന തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചാ നോട്ടീസ്. കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് വിജിലൻസ് കോടതി പരാമർശിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൽസ്ഥാനം രാജിവെക്കണമെന്ന് നോട്ടീസ് നൽകി സംസാരിച്ച രാജു എബ്രഹാം ആവശ്യപ്പെട്ടു. എന്നാൽ പ്രസക്തമല്ലാത്ത ഒരു പ്രതിയുടെ ഡിസ്ചാർജ് പെറ്റീഷൻ പരിഗണിക്കവേ കോടതി നടത്തിയ പരാമർശത്തിന് യാതൊരു പ്രാധാന്യവും പ്രസക്തിയുമില്ലെന്ന് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചു. വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തുടർന്ന് മറുപടി പറയാൻ മുഖ്യമന്ത്രി എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പാമോലിൻ കേസിൽ സർക്കാർ ഖജനാവിന് 1 രൂപയുടെ പോലും നഷ്ടമുണ്ടായിട്ടില്ല. തന്നെ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മറുപടി പറഞ്ഞ ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. മന്ത്രിമാരുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഴിമതിയുടെ പേരിൽ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അഴിമതിയുടെ പേരിൽ കോടതികളിൽ നിന്ന് കവിളത്ത് തുടരെ അടികിട്ടുകയാണെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാമോയിൽ കേസ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം അരിഞ്ഞു വീഴ്ത്തിയത് K കരുണാകരനെയാണെന്നും VS ചൂണ്ടിക്കാട്ടി. സ്പീക്കറുടെ നടപടിയെ തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സ്പീക്കർ ശ്രമിച്ചപ്പോൾ പ്രതിഷേധം ശക്തിപ്പെടുത്തി പ്രതിപക്ഷം അതിനെ പ്രതിരോധിച്ചു. തുടർന്ന് സ്പീക്കർ സഭ 1 മണിക്കൂറിലധികം നിർത്തിവെച്ചു. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ നാളത്തെ സഭയിലെ ബിസിനസ് ഇന്ന് തന്നെ നടത്തണമെന്ന പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഭരണപക്ഷം അത് പാസാക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ കോടതി വിധികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നടപടികൾക്ക് വിരാമമിടാനും സഭ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള അത്യന്തം ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ 2 ദിവസത്തെ ബിസിനസ് വേഗത്തിൽ നടത്തി 13ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് തിരശ്ശീലയിട്ടു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. P. ജയരാജനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. വിശദാംശങ്ങളുമായി സാലി മോമോ ചേരുന്നു. സാലി, ഇപ്പോൾ എവിടെ എത്തി, എപ്പോഴാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത്? മറ്റു വിശദാംശങ്ങൾ. ധന്യ ഇപ്പോൾ കായംകുളത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കും. ഏതാണ്ട് 8 മണിയോടുകൂടി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. വളരെ വേഗത കുറച്ചാണ് ആംബുലൻസും ഒപ്പമുള്ള പോലീസ് സംഘങ്ങളും ഒക്കെ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്നലെ ഉണ്ടായ അപകടത്തെ തുടർന്നാണ് ഈ മുൻകരുതൽ. ഇന്നലെ ഉണ്ടായ അപകടത്തെ തുടർന്ന് അമല ആശുപത്രിയിൽ, തൃശ്ശൂരിലെ അമല മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന ജയരാജനെ ഇന്ന് രാവിലെയാണ് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം തിരികെ തിരുവനന്തപുരത്തെ യാത്ര പുനരാരംഭിച്ചത്. അതിനിടെ അങ്കമാലിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം നേരിയ തോതിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. അതിനെ തുടർന്ന് തൊട്ടടുത്ത് തന്നെ അങ്കമാലി പിന്നിട്ട് എറണാകുളത്ത് എത്തിയപ്പോൾ ജനറൽ ആശുപത്രി പ്രവേശിപ്പിക്കുകയും ECG പരിശോധനയിൽ നേരിയ വ്യതിയാനം കണ്ടെത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1 മണിക്കൂർ വിശ്രമിക്കാൻ അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അതിനുശേഷമാണ് യാത്ര തുടർന്നത്. ഏതായാലും
വിദഗ്ധ ചികിത്സ വേണമെന്ന നിലപാട് തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രി പ്രവേശിപ്പിച്ച ഡോക്ടർമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം ശ്രീധര ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കായംകുളം പിന്നിട്ടിരിക്കുന്നു. കൊല്ലം കൂടി പിന്നിട്ടാൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. ഏതൊരു 7-8 മണിയോടുകൂടി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. സാലിം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. പി ജയരാജൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് കടുത്ത ഉത്കണ്ഠയുളവാക്കുന്നതാണെന്ന് പിണറായി വിജയൻ. ജയരാജനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള CBIയുടെ വ്യഗ്രതയും അസമയത്ത് ആരോഗ്യനില കണക്കിലെടുക്കാതെ ആംബുലൻസിൽ തലസ്ഥാനത്തേക്ക് അയച്ച് അപകടത്തിൽപ്പെടുത്തിയ സർക്കാരിന്റെ നടപടിയും സംശയങ്ങൾ ഉയർത്തുന്നു. RSS ആസൂത്രണമനുസരിച്ച് ജയരാജനു നേരെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. ഇതിൽ ജനാധിപത്യ വിശ്വാസികളുടെ ആകെ പ്രതികരണം ഉയരണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. പി ജയരാജനെ തിരുവനന്തപുരത്തേക്ക് രാത്രിയിൽ കൊണ്ടുപോയതിൽ ദുരൂഹത. വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള നീക്കം കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പ ഇടപെട്ട് മുടക്കി. ആംബുലൻസ് വഴിയുള്ള പകൽ യാത്ര ഇല്ലാതാക്കിയതിനു പിന്നിലും സൂപ്രണ്ടിന്റെ കരങ്ങളാണ്. പി ജയരാജനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉന്നത ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ സ്വീകരിച്ച നടപടികളെല്ലാം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പയായിരുന്നു സർക്കാർ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. പി ജയരാജന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സംഘം അശോകൻ അരിപ്പയ്ക്ക് റിപ്പോർട്ട് നൽകിയത് ഈ മാസം 20-ന്. എന്നാൽ അശോകൻ അരിപ്പ 3 ദിവസം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. വിമാനത്തിലോ തീവണ്ടിയിലോ പി ജയരാജനെ സുരക്ഷിതമായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ അശോകൻ അരിപ്പ തീരുമാനിച്ചത് റോഡ് മാർഗം കൊണ്ടുപോകാൻ, അതും അർദ്ധരാത്രിയിൽ മതിയായ സുരക്ഷ പോലും ഏർപ്പെടുത്താതെ. വേണ്ടത്ര പ്രാവീണ്യമില്ലാത്ത ഡ്രൈവറെയായിരുന്നു പി ജയരാജൻ സഞ്ചരിച്ച ആംബുലൻസ് ഓടിക്കാൻ നിയോഗിച്ചതെന്ന് ഡ്രൈവറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അല്ല, ഞാൻ ലോങ് അധികം പോയിട്ടില്ല. കോഴിക്കോട്, മലപ്പുറം, കോട്ടക്കൽ ആ ഡിഷനിലെ വണ്ടി പോലെ ലോങ് ഒരാൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനും ചോദിച്ചിട്ടില്ല. പി ജയരാജനെ അർദ്ധരാത്രിയിൽ കൊണ്ടുപോയി അപകടത്തിലേക്ക് തള്ളിവിട്ടതിനെ പറ്റി അന്വേഷിക്കണമെന്നും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MP ജയരാജൻ ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ജയിൽ സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സർക്കാർ എടുക്കേണ്ടതാണ്. ഒരു സാധാരണ മനുഷ്യന് കിട്ടേണ്ട നീതി പോലും ജയരാജന് കിട്ടിയില്ല. സംസ്ഥാനത്തെ ഉന്നതനായ CPIM നേതാവിന്റെ ജീവൻ വെച്ച് പന്താടുന്ന സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഒരാളെ അർദ്ധരാത്രി ഉറക്കം വിളച്ചു കൊണ്ടുപോയതിൽ ദുരൂഹതയുണ്ടെന്നും 99 മുതൽ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളെങ്കിലും അധികൃതർ പരിഗണിക്കണമായിരുന്നുവെന്നും പി ജയരാജന്റെ ഭാര്യ യമുന. അദ്ദേഹത്തെ ഇപ്പോഴും ഭരണകൂടവും സംഘപരിവാർ ശക്തികളും ഇല്ലാതാക്കാൻ ശ്രമം തുടരുന്നു എന്നതിന്റെ തെളിവാണിതെന്നും കൈരളി പീപ്പിൾ TVയോട് യമുന പറഞ്ഞു. ഫെബ്രുവരി 12-നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ജയിൽ സൂപ്രണ്ടാണ് അദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി പറഞ്ഞിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പരിശോധനാ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും ECGയിൽ പ്രശ്നങ്ങളുണ്ടെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ഡോക്ടർമാർ നൽകിയത്. ഇതുപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പടക്കം ജയിൽ സൂപ്രണ്ടിന്മേൽ സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കിയതാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. 1999-ൽ ആക്രമണത്തിന് വിധേയനായി ശരീരമാസകലം വെട്ടിക്കീറി തുണ്ടുതുണ്ടാക്കിയ ശേഷമാണ് പി ജയരാജന് 4 തവണ ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാകേണ്ടി വന്നത്. തുടർന്നും ചികിത്സ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുടർന്ന് ശാരീരികമായും മാനസികമായും ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമം സർക്കാരിന്റെയും RSSന്റെയും ഒത്തുകളിയിൽ നടക്കുകയാണെന്ന് ഭാര്യ യമുന പറയുന്നു. ഏകദേശം 10ഓളം ഗുളികകൾ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്തരം ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളെ തികച്ചും ഒരു മുൻകരുതലുകളും എടുക്കാതെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി രണ്ടാമതൊരു ഡ്രൈവറുടെ സേവനം പോലും ആംബുലൻസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ ധൃതി പിടിച്ച് ശ്രീചിത്രയിലേക്ക് മാറ്റുന്നതിന് അധികൃതരുടെ ഒരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കൂത്തുപറമ്പിൽ നിന്നും ജനകീയനായി വളർന്ന പി ജയരാജൻ സംഘപരിവാർ സംഘടനകളുടെ കണ്ണിലെ കരടായി മാറിയതും അവിടെ നിങ്ങോട്ട് അനുഭവിച്ച പീഡനങ്ങളും ഇന്നും തുടരുകയാണെന്നതിന്റെ തെളിവാവുകയാണ് രോഗശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന ഇത്തരം നീതികേടുകൾ.
PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തെളിവുകളടങ്ങിയ പെൻഡ്രൈവ് കമ്മീഷന് കൈമാറി 27/1/2016 നൽകിയ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളടങ്ങിയ പെൻഡ്രൈവാണ് കൈമാറിയത്. തെളിവുകൾ കൈമാറിയതിൽ മുഖ്യമന്ത്രിയുടെ അഭിഭാഷകന് എതിർപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, 27/1/2016 അന്നാണ് സരിത മൊഴി നൽകാനായി ആദ്യം എത്തിയത്. ഇത്തരത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ ദിവസമാണ് അന്ന്. ആ ആദ്യ ദിവസങ്ങളിലെ മൊഴിയെ സാധൂകരിക്കത്തക്ക തെളിവുകളാണ് സരിത കൈമാറിയിരിക്കുന്നത്. 4 GB അടങ്ങുന്ന പെൻഡ്രൈവ് ആണ് സരിത കൈമാറിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞ നിർണായകമായ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ടായ ദിവസമാണ് അന്ന്. ശ്രീധരൻ നായരുമായി മുഖ്യമന്ത്രിയെ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അന്നാണ് സരിത വെളിപ്പെടുത്തിയത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി കോഴ വാങ്ങിയതും അതുപോലെ മുഹമ്മദ് കോഴ വാങ്ങിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ദിവസങ്ങളാണെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സരിത ഇന്ന് കമ്മീഷന് കൈമാറിയിരിക്കുന്നത്. ഏതാണ്ട് 12ഓളം ഫയലുകൾ ഉണ്ട് എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതെന്താണ് എന്ന് വ്യക്തമായി സരിത പറഞ്ഞിട്ടില്ല. അത് രഹസ്യമായി തന്നെയാണ് സരിത വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട തെളിവുകൾ സരിത കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് എന്ന സൂചനയും സരിത നൽകിയിട്ടുണ്ട്. ഈ തെളിവ് നൽകവെയാണ് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ ഇടപെട്ടത്. അതായത് ക്രോസ് വിസ്താരം ഏതാണ്ട് അവസാനിക്കാറായിരിക്കെ മിക്ക കക്ഷികളും ആരോപണവിധേയർ എല്ലാം തന്നെ ഇത്തരത്തിൽ ക്രോസ് വിസ്താരം ചെയ്യുകയും അത് ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കമ്മീഷൻ തെളിവുകൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ തെളിവ് ശേഖരിക്കൽ അവസാനിച്ചിട്ടില്ലെന്നും അതിന് കൃത്യമായ ഒരു സമയപരിധി ഉണ്ട് എന്നും അതെന്നാണ് എന്ന് കമ്മീഷനാണ് തീരുമാനിക്കുകയെന്നും ജസ്റ്റിസ് ശിവരാജൻ മറുപടിയായി പറയുകയുണ്ടായി. എന്നാൽ പുതിയ തെളിവുകളിൽ ആർക്കൊക്കെ എതിരായ പരാമർശമുണ്ടോ അവർക്ക് എല്ലാം ക്രോസ് ചെയ്യാനുള്ള അനുമതി ലഭിക്കുമോ എന്ന് തമ്പാനൂർ രവി അടക്കമുള്ള അഭിഭാഷകർ ചോദിക്കുകയുണ്ടായി. എന്നാൽ അവർക്കെല്ലാം തന്നെ അത്തരത്തിൽ തെളിവുകൾ ആർക്കെല്ലാം എതിരായി വരുന്നുണ്ടോ അവർക്കെല്ലാം ക്രോസ് വിസ്താരം ചെയ്യാൻ അനുമതി നൽകാമെന്നും കമ്മീഷൻ പറയുകയുണ്ടായി. കമ്മീഷൻ എൻക്വയറി ആക്ട് അറിയാത്തവരാണ് തന്നെ ഇത്തരത്തിൽ വിമർശിക്കുന്നതെന്നും കമ്മീഷൻ ഇന്ന് പറയുകയുണ്ടായി. ഇന്ന് സരിതയെ പ്രധാനമായും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ അഭിഭാഷകനും ജിക്കുമോന്റെ അഭിഭാഷകനും തമ്പാനൂർ രവിയുടെ അഭിഭാഷകനുമാണ് വിസ്തരിച്ചത്. ജിക്കുമോന്റെ അഭിഭാഷകന്റെ വിസ്താരം പൂർത്തിയായിട്ടില്ല. അത് നാളെയും തുടരും. ഇതിനുശേഷം പോലീസ് അസോസിയേഷന്റെ അഭിഭാഷകനും സരിതയെ ക്രോസ് വിസ്താരം ചെയ്യും. ഇന്ന് തെളിവ് കൊടുത്തു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇനിയും തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ കമ്മീഷന് കൈമാറുമെന്നും സരിത അറിയിച്ചിട്ടുമുണ്ട്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര റെയിൽവേ ബജറ്റ് നാളെ. വരുമാന വർധനവിനായി യാത്രാനിരക്ക് കൂട്ടണമെന്ന 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ ബജറ്റിൽ അംഗീകരിക്കും. യാത്രാനിരക്ക് വർദ്ധിപ്പിക്കും. അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് കയ്യടി നേടാനും ശ്രമമുണ്ടാകും. നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാമത്തെ റെയിൽ ബഡ്ജറ്റാണ് നാളെ അവതരിപ്പിക്കുന്നത്. കേന്ദ്ര റെയിൽ മന്ത്രി സുരേഷ് പ്രഭു ആദ്യം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 141.416 കോടി രൂപയുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടു. ലഭിച്ചതാകട്ടെ 136.079 കോടി. പ്രതീക്ഷിച്ചതിനേക്കാൾ 3.77% കുറവ്. ഇത് പുതിയ ബഡ്ജറ്റിൽ നികത്തുക, റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിനായി അധിക വരുമാനം കണ്ടെത്തുക തുടങ്ങിയവയാണ് 2ാമത്തെ ബഡ്ജറ്റിലൂടെ സുരേഷ് പ്രഭു ലക്ഷ്യമിടുന്നത്. വരുമാന വർധനവിനായി യാത്രാ നിരക്ക് കൂട്ടണമെന്ന് 7ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ഇത് ബഡ്ജറ്റിൽ അംഗീകരിക്കും. അങ്ങനെയെങ്കിൽ പാസഞ്ചർ ദീർഘദൂര ട്രെയിനടക്കം ടിക്കറ്റ് നിരക്ക് 5 മുതൽ 10% വരെ വർദ്ധിക്കും. കഴിഞ്ഞ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പുതിയ ട്രെയിനുകൾ സുരേഷ് പ്രഭു പ്രഖ്യാപിച്ചില്ല. പകരം ബഡ്ജറ്റ് ചർച്ചയ്ക്കിടെ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചെങ്കിലും അതുമുണ്ടായില്ല. എന്നാൽ ഇത്തവണ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് കയ്യടി നേടാനും ശ്രമമുണ്ടാകും. പാത ഇരട്ടിക്കൽ, വൈദ്യുതീകരണം, ശേഷി കൂട്ടൽ തുടങ്ങിയവയ്ക്ക് കൂടുതൽ തുക നീക്കിവെക്കും. മുൻ ബഡ്ജറ്റിന്റെ രീതിയിൽ സ്വകാര്യവൽക്കരണത്തിന് പ്രഥമ പരിഗണന നൽകും. പൊതുപങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ ഇടം പിടിക്കാനാവില്ലെന്നാണ് സൂചന. പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കമുള്ളവയ്ക്ക് ഇത്തവണയും അവഗണന നേരിടേണ്ടി വരും. ചിലവ് കൂടിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തമാകാമെന്ന കരാറിൽ കേരളം ഒപ്പുവച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള പ്രയോജനം സുരേഷ് പ്രഭുവിന്റെ ബഡ്ജറ്റിലുണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് KPCC ഉപസമിതി ഇന്ദിരാഭവനിൽ തുടങ്ങി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ദിനകർ ചേരുന്നു. ദിനകർ, KPCC ഉപസമിതി എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. വാർത്തയിലേക്ക് തിരിച്ചുവരാം.
മറ്റൊരു വാർത്തയിലേക്ക്. തീഹാർ ജയിലിലുള്ള കനയ്യയുടെ സുരക്ഷയിൽ ദില്ലി ഹൈക്കോടതി ആശങ്ക അറിയിച്ചു. കനയ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 29 മാറ്റി. ഡൽഹി പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീട്ടിയത്. അതേസമയം JNU വിദ്യാർത്ഥികളായ ഒമർ ഖാലിദിന്റെയും ഭട്ടാചാര്യയുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇവരെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. തീഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കന്നയ്യകുമാറിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ദില്ലി ഹൈക്കോടതി അറിയിച്ചു. പോലീസ് സാന്നിധ്യത്തിൽ കന്നയ്യയെ അഭിഭാഷകർ മർദ്ദിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ ആശങ്ക ഉയർത്തുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തീഹാർ ജയിലിനുള്ളിൽ കന്നയ്യയുടെ ജീവൻ സുരക്ഷിതമല്ല, കന്നയ്യയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 29 മാറ്റി. JNU വിഷയത്തിൽ അറസ്റ്റിലായവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ദില്ലി പോലീസ് കോടതിയിൽ അറിയിച്ചു. 2 പേരുടെ അറസ്റ്റ് ഉണ്ടായെന്നും മറ്റു 3 വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. പോലീസ് മുമ്പാകെ ഇന്നലെ അർദ്ധരാത്രി കീഴടങ്ങിയ ഉമർ ഖാലിദിന്റെയും അനിബൻ ഭട്ടാചാര്യയുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പോലീസിൽ മൊഴി നൽകി. ക്യാമ്പസിന് പുറത്തുനിന്ന് ചില ആളുകൾ എത്തിയിരുന്നു. ഇവർ അത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും വിദ്യാർത്ഥികൾ പോലീസിനെ അറിയിച്ചു. അതേസമയം ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ മാധ്യമപ്രവർത്തകരെ അടക്കം മർദ്ദിച്ച അഭിഭാഷകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ വിക്രംജിത്ത് ചൗഹാൻ, ഓം ശർമ്മ, യശ്പാൽ യാദവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു. അഭിഭാഷകർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൈരളി TV റിപ്പോർട്ടർക്ക് ഭീഷണി സന്ദേശവും ലഭിച്ചു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട KPCC ഉപസമിതി ഇന്ദിരാഭവനിൽ ആരംഭിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ദിനകർ ചേരുന്നു. ദിനകർ, KPCC ഉപസമിതി എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. ധന്യ, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് KPCC ഉപസമിതി ഇന്ദിരാഭവനിൽ ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അല്പം മുൻപ് യോഗത്തിൽ നിന്നും പുറത്തേക്ക് പോയി മറ്റ് പരിപാടികൾ ഉള്ളതിനാൽ DCC പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, താഴെത്തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തിരികെ വാങ്ങിച്ച ശേഷമായിരിക്കും അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുക എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. താഴെത്തട്ടിൽ ലഭിക്കുന്ന പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷം അത് രാഹുൽ ഗാന്ധിക്ക് കൈമാറും. പിന്നീടാവും അന്തിമ പട്ടിക പുറത്തു വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യോഗം അല്പം മുൻപ് ആരംഭിച്ചു. എത്രയും വേഗം ഇത് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമാണ് താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെയും അതോടൊപ്പം തന്നെ തർക്കം നിലനിൽക്കുന്ന സീറ്റുകളും ഒഴികെ ഉള്ള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റ്, കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ധന്യ. ഗ്രാഫിക്സ് തിരുത്തി വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമപ്രവർത്തകനെതിരെ കൈരളി പീപ്പിൾ നിയമ നടപടിക്കൊരുങ്ങുന്നു. പീപ്പിൾ TVയും സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസും സംയുക്തമായി നടത്തിയ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയിൽ ഉപയോഗിച്ചിരുന്ന ഗ്രാഫിക്സ് തിരുത്തിയതാണ് നിയമ നടപടിക്ക് ആധാരം. ജയ്ഹിന്ദ് TV കൊച്ചി ബ്യൂറോയിലെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീനാഥാണ് സോളാർ കേസിനെ കുറിച്ചുള്ള അഭിപ്രായമെന്ന ഗ്രാഫിക്സ് തിരുത്തിയത്. സർക്കാരിനെതിരെ സരിത ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ ആര് എന്ന ചോദ്യമാക്കിയ തിരുത്തലാണ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത്. എന്നാൽ സംഭവം വിവാദമായതോടെ ശ്രീനാഥ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. പണി പകുതി പോലും പൂർത്തിയാക്കാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പുതിയ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് അടിസ്ഥാന സൗകര്യങ്ങളോ കെട്ടിടങ്ങളുടെ പണിയോ പൂർത്തിയാക്കാനാകാതെ ഉദ്ഘാടനം നടത്തുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നത്. കെട്ടിടത്തിന്റെ പണി പകുതി പോലും പൂർത്തിയായിട്ടില്ല. മെഡിക്കൽ ഉപകരണങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കിയിട്ടുമില്ല. മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് വികസന നേട്ടങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉദ്ഘാടനത്തിന് പിന്നിലുള്ളതെന്ന് വ്യക്തം. എല്ലാ ബുധനാഴ്ചകളിലും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ OPയിലെത്തി പരിശോധിക്കാനാണ് ധാരണ. ജനറൽ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ഇതിനായി ഉപയോഗപ്പെടുത്താനുമാണ് നീക്കം. ജനറൽ ആശുപത്രിയിൽ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനെ എതിർത്ത് ഒരു വിഭാഗം ഡോക്ടർമാർ മെഡിക്കൽ കൗൺസിലിന് പരാതി നൽകിയിരുന്നു. സംയുക്ത OPയും ചികിത്സയും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഇവർ. ജനറൽ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താതെ മെഡിക്കൽ കോളേജ് എന്ന ആശയം തട്ടിപ്പാണെന്നാണ് ഒരു വിഭാഗം ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ പ്രിൻസിപ്പാളിനെതിരെ നടത്തിയ പരാമർശത്തിൽ MM മണി ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം SIക്കെതിരെയുള്ള പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും MM മണി വ്യക്തമാക്കി.
ആ പ്രിൻസിപ്പൽ സ്ത്രീയാണെന്നാണ് അവരെ പറ്റി പ്രതികരിച്ചതിനകത്ത് യഥാർത്ഥത്തിൽ പെശക് പറ്റിയിട്ടുണ്ട്. അത് ഖേദം പ്രകടിപ്പിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. അന്നേരം അവിടെ കേസെടുത്തിരിക്കുന്നു. എന്നാലും ആരെയും വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല അങ്ങനെ പ്രതികരണം നടത്തിയത്. അതിൽ എനിക്ക് നിർവ്യാജമായ ഖേദമാണുള്ളത്. അവർ പ്രത്യേകിച്ചൊരു സ്ത്രീ ആയിരുന്നു.